എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇപ്പോൾ ലോവർ ഡിവിഷണൽ ക്ലർക്ക്, അക്കൗണ്ട്സ് ഓഫീസർ, MTS തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സും +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ആണ് ഇപ്പോൾ അക്കൗണ്ട്സ് ഓഫീസർ, ലോവർ ഡിവിഷണൽ ക്ലർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. ജോലി വരുന്നത് മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത സെൻറ്ററുകളിലായിരിക്കും ജോലി ലഭിക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് പൊസിഷൻ അക്കൗണ്ട്സ് ഓഫീസർ ആണ്. 1 അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്കാണ്. ശമ്പളം ലഭിക്കുന്നത് ഇനിഷ്യൽ പേ ആയിട്ട് 56,100 രൂപയായിരിക്കും. കൂടാതെ അലവൻസ് ഉണ്ടായിരിക്കും. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രായപരിധി 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ കൊമേഴ്സ്, അതുപോലെ തന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് PG ഡിപ്ലോമ ഇൻ ഫിനാൻസ് മാനേജ്മെൻ്റ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. 10 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഒക്കെയാണ് വേണ്ടത്. ലൊക്കേഷൻ വരുന്നത് സമീർ, മുംബൈയിലായിരിക്കും. അടുത്തത് ലോവർ ഡിവിഷണൽ ക്ലർക്കാണ്. 2 അൺറിസർവ്ഡും 1 OBCയുമാണ് വരുന്നത്. ശമ്പളം ലഭിക്കുന്നത് 19,900 രൂപയായിരിക്കും. പ്രായപരിധി 25 വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സായിരിക്കണം. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതായത് ഇംഗ്ലീഷ് ആണെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റും ഹിന്ദി ആണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൽ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആണ് പറയുന്നത്. ലൊക്കേഷൻ വരുന്നത് സമീർ, മുംബൈ അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ കൊൽക്കത്തയാണ്. അടുത്ത തസ്തിക മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. MTS ആണ്. വേക്കൻസി വരുന്നത് 1 അൺറിസർവ്ഡും 1 SCയുമാണ്. ശമ്പളം ലഭിക്കുന്നത് 18,000 രൂപയായിരിക്കും. പ്രായപരിധി 25 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലിയുടെ ലൊക്കേഷൻ വരുന്നത് സമീർ, മുംബൈ അല്ലെങ്കിൽ കൊൽക്കത്തയിലായിരിക്കും. അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് zamir.gov.in എന്നുള്ളതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 31 ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ ഒപ്പിടാനുള്ള സ്പേസിൽ സൈൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികളുമായിട്ട് പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ടതാണ്. പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് സ്പീഡ് പോസ്റ്റാണ് അയക്കേണ്ട അഡ്രസ്സ് രജിസ്ട്രാർ, സൊസൈറ്റി ഫോർ അപ്ലൈഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സമീർ, IIT ക്യാമ്പസ്, പവായ്, മുംബൈ 40,0076 ആണ്. സ്പീഡ് പോസ്റ്റ് അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 15 സെപ്റ്റംബർ 15 മുമ്പായിട്ട് നിങ്ങൾ ഈ അപേക്ഷ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ്. മറക്കേണ്ട, ആദ്യം ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓഗസ്റ്റ് 31 അതിനുശേഷം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൈൻ ചെയ്യാനുള്ള കോളത്തിൽ സൈൻ ചെയ്തതിന് ശേഷം സ്പീഡ് പോസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ 15 അയച്ചു കൊടുക്കേണ്ടതാണ്. വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് കൊണ്ടുപോകേണ്ടത്. നേരത്തെ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. അപേക്ഷ ഫീസ് വരുന്നത് 200 രൂപയാണ്. അപേക്ഷ ഫീസ് വരുന്നത് ശ്രദ്ധിക്കേണ്ടത് SC/ST കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 50 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സമീറിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും +2 യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ആദ്യമേ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് zamir.gov.in വഴിയാണ് ആദ്യമേ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ 3 തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ജോലി വരുന്നത് കൊൽക്കത്ത അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ മുംബൈയിലായിരിക്കും. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.